ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയൽമി P2 Pro നമ്മളുടെ കുക്കറിന്റെ സൗണ്ടാ. റിയൽമി P2 Pro കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇതെൻ്റെ കയ്യിലുണ്ട്. ഇനീഷ്യൽ യൂസ് അടിപൊളി തന്നെയാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. MWC 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയൊരു എക്സിബിഷൻ, വലിയൊരു ഷോ നാളെ മുതൽ 6-ാം തീയതി വരെ ബാഴ്സലോണയിൽ വെച്ച് നടക്കാനായിട്ട് പോവുകയാണ്. പുതിയ സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പ്, പുതിയ ടെക്നോളജി, AR VR ഗ്ലാസുകൾ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് പല കമ്പനികളുടെ സൈഡിൽ നിന്ന് വരാനായിട്ട് പോകുന്നത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഷോ ആണ് ഈ ഒരു MWC എന്ന് പറയുന്നത്. സോ നാളെ മുതൽ അടുത്ത 4 ദിവസത്തേക്ക് ഈ ടെക് ലോകത്ത് വലിയൊരു ചർച്ചാ വിഷയം ഈ MWC തന്നെയായിരിക്കും. ആ ഒരു ഇവന്റിൽ വരുന്ന പ്രധാന ന്യൂസുകളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ടോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക. ഫെബ്രുവരിയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണുകളും മാർച്ചിൽ ഇനി വരാൻ പോകുന്ന ഫോണുകളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വന്നവരും വരുന്നവരും എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിന്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐക്കണിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. സോ ഞാൻ അതേ ന്യൂസുകൾ ഇവിടെ മാക്സിമം റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം. ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട്, ഒരുപാട് കൺഫേം ആയിട്ടുണ്ട്. iQ Neo 10R അടക്കം, നത്തിങ് ഫോൺ 3 അടക്കം ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കുക. iPhone 17 സീരീസുകളുടെ CAD ഇമേജ് ലീക്ക് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 4 മോഡലുകളാണ്: iPhone 17, 17 Air, 17 Pro, Pro Max. അതിൽ പ്രോയും പ്രോ മാക്സും ആ സൈസിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ക്യാമറ മൊഡ്യൂൾ നമ്മൾ പറഞ്ഞ പോലെ പൊക്കോ ഫോണുകളുടെ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയേറുണ്ട് കാണാനായിട്ട്. പിന്നെ ആപ്പിളാണ്, അത് ശരിക്കും പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി നന്നാകാം എന്ന് വിചാരിക്കാം. ഇനി എയറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അതിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ പിക്സൽ ഫോണുകളിൽ കണ്ട പോലെ തന്നെ ആ ഒരു നീളത്തിലുള്ള ഒരു ക്യാമറ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒരൊറ്റ ക്യാമറയാണ് അവിടെയും വന്നിരിക്കുന്നത്. പിന്നെ നോർമൽ iPhone 17, അത് നമ്മളുടെ 16 എങ്ങനെയാണോ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് കവർ ഇട്ടുണ്ട്. സെയിം ഡിസൈനിൽ തന്നെയാണ് അതും വരുന്നത്. സോ അവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. സോ വരാൻ പോകുന്ന iPhone 17 സീരീസുകളുടെ CAD ഇമേജ് ലീക്ക് ആയിട്ടുണ്ട്. മിക്കവാറും ഇതേ ഡിസൈൻ തന്നെയായിരിക്കും കേട്ടോ. ഇതിന് മാറ്റം വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. മീഡിയടെക്കിന്റെ സൈഡിൽ നിന്ന് Dimensity 7400 സീരീസിൽ 2 പുതിയ പ്രോസസ്സറുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Dimensity 7400, 7400X എന്ന് പറയുന്ന പുതിയ 2 പ്രോസസ്സറുകളാണ്. ഇത് ഏത് മുകളിൽ നിൽക്കും എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല കേട്ടോ, കാരണം ഇവരുടെ നെയിമിംഗ് പാറ്റേൺ ഉണ്ടല്ലോ, അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എന്തായാലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് TSMCയുടെ 4nm ആർക്കിടെക്ചർ ആണ്. അതുകൂടാതെ ARMന്റെ Mali G615ന്റെ GPU കോഴ്സുമാണ് വരുന്നത്. UFS 3.1ന്റെ സ്റ്റോറേജ് ടൈപ്പും LPDDR5 റാം ടൈപ്പാണ് വരുന്നത്. സോ അധികം വൈകാതെ മീഡിയടെക് Dimensity 7400 സീരീസിലുള്ള പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ള ഫോണുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് Galaxy M06, M16 എന്ന് പറയുന്ന M സീരീസിൽ വരുന്ന 2 ഫോണുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ഫോണിലും Dimensity 6300 എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 5000 mAhന്റെ ബാറ്ററിയും വരുന്നുണ്ട്. ഇതിൽ M06 എന്ന് പറയുന്നത് ഓൾറെഡി ലോഞ്ച് ചെയ്ത A06, F06 ഇതിന്റെ ഒരു റീനെയിംഡ് വേർഷനാണ്. M16ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ 6.7 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. M06ന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9999 രൂപ. M16ന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11,500 രൂപ. ഐഫോണിന്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും വില കുറഞ്ഞ ഫോണായ iPhone 16e സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 59,900 രൂപ മുതലാണ് ആ ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഇനീഷ്യൽ തോട്ട്സും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കുക. എനിക്ക് ഒട്ടും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടല്ല കേട്ടോ തോന്നിയത്. ഭയങ്കരമായിട്ട് പൈസയ്ക്ക് ആക്രാന്തം കാണിച്ചിട്ടുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും iPhone 16e സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് കാമൻ സീരീസിലുള്ള പുതിയ ഫോണുകൾ ഈ ഒരു MWC ഇവന്റിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ആ ഒരു ഇവന്റിൽ തന്നെ അവരുടെ മെഗാബുക്ക് S14 സീരീസിൽ വരുന്ന പുതിയ ലാപ്ടോപ്പുകളും വരുന്നു പറയുന്നുണ്ട്. അതും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുതിയ AI ഗ്ലാസുകൾ, സ്മാർട്ട് ഗ്ലാസുകളും ടെക്നോയുടെ സൈഡിൽ നിന്ന് ഈ ഒരു MWC ഇവന്റിൽ വരും എന്നാണ് കേൾക്കുന്നത്. 15,000 രൂപയ്ക്ക് താഴെ നല്ല ഫോണുകൾ നോക്കുന്നവർക്ക് വിവോയുടെ സൈഡിൽ നിന്ന് T4X എന്ന് പറയുന്ന മോഡൽ ഈ മാസം 5-ാം തീയതി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. Dimensity 7300 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. 6500 mAhന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ലീക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽ പ്രകാരം ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12,999 രൂപ മുതലാണ്. സോ 5-ാം തീയതി വിവോയുടെ സൈഡിൽ നിന്നുള്ള T4X എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽ അപ്പോൾ അറിയാം.
പോക്കോയുടെ സൈഡിൽ നിന്ന് M7 5G എന്ന് പറയുന്ന മോഡൽ മാർച്ച് 3 ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിനെ കുറിച്ച് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഓൾറെഡി ലോഞ്ച് ചെയ്ത Redmi 14C എന്ന് പറയുന്ന മോഡലിന്റെ ഒരു റീബ്രാൻഡഡ് വേർഷനാണ്, ഒരു പോക്കോ വേർഷനാണ് പോക്കോ M7 എന്ന് പറയുന്നത്. മാർച്ച് 3 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അഡോബ് ഫോട്ടോഷോപ്പിനെ കുറിച്ച് കേൾക്കാത്തവരും അറിയാത്തവരുമായിട്ട് അധികം ആളുകൾ ഉണ്ടാവില്ല. ആ ഒരു ആപ്ലിക്കേഷൻ്റെ സ്മാർട്ട് ഫോൺ എഡിഷൻ അധികം വൈകാതെ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം ഐഫോൺസിന് വേണ്ട iOSന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും വരിക. അത് അധികം വൈകാതെ തന്നെ ഈ ഒരു മാസം തന്നെ വരും എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു വർഷം അവസാനത്തോടു കൂടിയിട്ട് 2025 അവസാനത്തോടു കൂടിയിട്ട് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷനും വരും. സോ ഈ പറയുന്ന ഫോട്ടോഷോപ്പ് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്. അധികം വൈകാതെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും ഈ പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കുറേ ഫീച്ചേഴ്സ് ഫ്രീ ആയിരിക്കും, അതുപോലെ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൂഗിൾ പിക്സൽ 9 എന്ന് പറയുന്ന ഫോണിന്റെ ഒരു ലൈവ് ഹാൻഡ്സ് ഓൺ വീഡിയോ ലീക്ക് ആയിട്ടുണ്ട്. ഒരു കോമ്പാക്ട് സൈസിലുള്ള ഫോൺ, ക്യാമറ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. സോ ഗൂഗിളിന്റെ സൈഡിൽ നിന്നുള്ള പിക്സൽ 9a വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ആ ഒരു ഫോണിന്റെ ഡിസൈൻ. ഏപ്രിൽ 4 വിവോ X200 അൾട്ര എന്ന് പറയുന്ന ഒരു മോഡൽ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു X സീരീസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ക്യാമറ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. ഇപ്പോൾ ഈ വരുന്ന ഫോണിൽ X200 അൾട്ര എന്ന് പറയുന്ന ഫോണിൽ സൈസിന് പുറമെ ഫുജി ഫിലിമിന്റെ ക്യാമറ എഞ്ചിനീയറിംഗ് കൂടി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ രണ്ട് കമ്പനികൾ ഒരുമിച്ച് ഉണ്ടായിരിക്കുമോ അതോ ഇനി ഫുജി ഫിലിം മാത്രമായിരിക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന X200 അൾട്ര എന്ന് പറയുന്ന ഫോണുണ്ടല്ലോ, അത് ക്യാമറയുടെ കാര്യത്തിൽ ഒന്നും കൂടി ഇപ്പം തന്നെ ഒരു പടി മുകളിലാണ്, ഒന്നും കൂടി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ, കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ചൈനയിൽ ലീക്ക് ആയിട്ടുണ്ട്. അതിലാണ് ഫുജി ഫിലിമിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുള്ളത്. സോ ഫുജി ഫിലിമും സൈസും വിവോയും ഒക്കെ കൂടി ഒരുമിച്ച് വരുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. OnePlusന്റെ സൈഡിൽ നിന്ന് വാച്ച് 3 ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്ത ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വാച്ചിന്റെ ബാക്കിൽ, പല യൂണിറ്റിന്റെയും ബാക്കിൽ മെയ്ഡ് ഇൻ ചൈനയ്ക്ക് പകരം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടിയിട്ടാണ് അവരത് എഴുതി വെച്ചിരിക്കുന്നത്. പലരും എടുത്ത് ട്രോളുന്നുണ്ടായിരുന്നു OnePlusനെ. സോ ഇതെല്ലാം കണ്ടിട്ട് OnePlusന്റെ സൈഡിൽ നിന്നുള്ള ഒഫീഷ്യൽസ് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് റീപ്ലേസ് ചെയ്ത് വാങ്ങാം, അവിടെ പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് തന്നെ കയ്യിൽ വെക്കാം, ഇതൊരു ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കും എന്നുള്ളതാണ് OnePlus പറയുന്നത്. സോ അത് കേട്ടപ്പോൾ നല്ലൊരു സംഭവമായിട്ട് തോന്നി. ലിമിറ്റഡ് എഡിഷൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടിയിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻ. എന്തായാലും ഈ ഒരു വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, അമേരിക്കയിലും ചൈനയിലൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടിയിട്ട് OnePlus വാച്ച് 3 ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് 3A Pro എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ചൊവ്വാഴ്ച 4 ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ രണ്ട് ഫോണിലും ഒരു ഡെഡിക്കേറ്റഡ് ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് അത് എസെൻഷ്യൽ സ്പേസ് എന്നാണ് പറയുന്നത്. നമുക്ക് AI കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ക്യാമറ ബട്ടൺ അങ്ങനെ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ നത്തിങ് ഫോൺ 3A മാർച്ച് 4 ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രണ്ട് ഫോണിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.